മദീനയിൽ ചെന്ന് ബറേലി ഷരീഫ് ഇന്ത്യയിലെ യുപിയിലെ ഉത്തർപ്രദേശിലെ ബറേലി എന്ന് പറയുന്ന ജില്ലയിലെ അവിടെ ജീവിച്ചിരുന്ന അഹമ്മദ് റിളാ ഖാൻ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ മദീനയിലേക്ക് ചെന്ന് ലോകഗുരുവായ പുണ്യനബി വിശ്രമിക്കുന്ന ഭൂമിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ ചെന്നു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, മദീനേ കെ ഖിത്തേ ഖുദാ തുജോ കോ രഖേ ഗരീബോ ഫഖീറോ കെ തഹരാനെ വാലേ. മദീനയുടെ മണ്ണ് ആശ്രയം ആവശ്യമുള്ളവരുടെ ആശ്രയമാണ്, അഭയം വേണ്ടവരുടെ അഭയമാണ്, അവലംബം വേണ്ടവരുടെ ആലംബമാണ്, സാന്ത്വനം ലഭിക്കേണ്ടവരുടെ സാന്ത്വനമാണ്, അവിടുന്ന് സ്നേഹസ്പർശം ലഭിക്കേണ്ടവരുടെ സ്നേഹസ്പർശമാണ്. എല്ലാമായ പുണ്യ നബിയോട് പറയാണ്, തു സിന്ദാ ഹേ വല്ലാഹ്, തങ്ങൾ ഇവിടെ ജീവിക്കുകയാണ്. തു സിന്ദാ ഹേ വല്ലാഹ്, തങ്ങൾ ഇവിടെ ജീവിക്കുകയാണ്. ഈ ലോകത്തോട് എന്നേക്കുമായി മറഞ്ഞുപോയതല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു പ്രവാചകനെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രവാചകൻ നിറത്തിന്റെ പേരിൽ ആരെയും അന്യവൽക്കരിച്ചിട്ടില്ല, ഭാഷയുടെ പേരിൽ ആരെയും അന്യം നിർത്തിയിട്ടില്ല, മതം മാറിയതിന്റെ പേരിൽ കൊല്ലപ്പെടണമെന്ന് പറഞ്ഞിട്ടില്ല. പ്രവാചകരുടെ മദീനയിൽ ജൂതന്മാരുണ്ടായിരുന്നു. പൗരാവകാശങ്ങളോടെ പ്രവാചകർ ജീവിച്ച മക്കയിലേക്ക് വന്ന അവിശ്വാസികൾ ആശ്രയം ലഭിച്ചവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയ വഴികളിൽ എല്ലാ മനുഷ്യനെയും മനുഷ്യനായി കാണുകയാണ്. അനുയായികളോട് പറഞ്ഞു, അല്ലയോ അനുയായികളെ, നിങ്ങൾ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണണം എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ പവിത്രമായ മതം ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്ന ഒന്നാമത്തെ കാര്യം അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കലാണ്. അതിൽ ഇവിടെ വർഗവിദ്വേഷമില്ല, വർണ്ണവറിയില്ല, പൗരത്വ നിഷേധമില്ല, പൗരാവകാശ അവഗണനകളില്ല, സമത്വത്തിന്റെ ദർശനമാണ്. രണ്ടാമത് പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാസം എന്താണെന്ന് അറിയുമോ? റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. മുസ്ലിങ്ങൾക്ക് മാത്രം കാരുണ്യമല്ല, മക്കക്കാർക്ക് മാത്രം കാരുണ്യമല്ല, മദീനക്കാർക്ക് മാത്രം കാരുണ്യമല്ല, മനുഷ്യർക്ക് മാത്രം കാരുണ്യമല്ല, ലോകത്തുള്ള മുഴുവൻ വസ്തുവകകൾക്കും കാരുണ്യമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെന്ന് പറയുമ്പോൾ ആ കാരുണ്യത്തിന്റെ അരുണപ്രവാഹത്തെ ആർക്കാണ് മാറ്റിവെക്കാനാവുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണയെ ആർക്കാണ് അവഗണിക്കാനാവുക?